അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുറേ സുന്ദരന്മാരും സുന്ദരികളും കുട്ടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഗാർഡൻ സന്ദർശിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഞങ്ങൾ മനസ്സിനാണെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ ഒക്കെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ടൂറ് പോകുമ്പോൾ എപ്പോഴും മനസ്സിനാണെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ കാര്യങ്ങൾ ചോവാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് പിന്നെ കാണിക്കാം. ഈ ഗാർഡനിലേക്ക് പോണ വഴിക്ക് ഒരുപാട് പർച്ചേസിങ് പോയിന്റുകളുണ്ട്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയേറിയ അറിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ പിന്നെ ഇത് കാണാൻ ഒരു ദിവസം അതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. ഇവരൊക്കെ ഇങ്ങനെ മന്ദം അരയന്നങ്ങളെ പോലെ നടന്നു വരികയാണ്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ഗാർഡൻ കാണാൻ 3 മണിക്കൂർ എടുക്കും. സൗണ്ടുള്ള വെച്ച് കാര്യങ്ങളാണ്. പക്ഷെ എത്ര സിമ്പിളായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചാൽ പേരിലുള്ളതുണ്ട്. നമുക്ക് നമ്മുടെ പേര് വേണമെങ്കിൽ പേര് എഴുതിയാൽ. ഇതൊക്കെ പോണ വഴിക്കുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പോൾ ഉച്ച സമയമല്ലേ, കടകൾ തുറന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് രാത്രി ഒരു 12 മണി വരെ ഇവരുടെ കച്ചവടങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. ഏകദേശം ഒരു 20 മിനിറ്റ് നടന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കയറിയപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി. ഗാർഡൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക. അതായത് ഈ ഗാർഡൻ കാണാൻ വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വലിയ ബസ്സിൽ വരരുത്. കുറേ അകലെ കൊണ്ടിട്ടിരുന്നാൽ നടക്കേണ്ടി വരും. അത് അവരെ കുഴപ്പമില്ല, എൻട്രൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വല്ല ഓട്ടോറിക്ഷ കയറി നേരെ പഠിക്കുമെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാം. ചെറിയൊരു മൂലയ്ക്ക് മാത്രമേ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളൂ കേട്ടോ. ഇത് കംപ്ലീറ്റ് കണ്ടു തീരണമെങ്കിൽ, നല്ല രീതിയിൽ കണ്ടു കാണണമെങ്കിൽ, അറിവുകൾ സമ്പാദിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ വേണം. കണ്ട എത്ര രസകരമായിട്ട് അവർ വെട്ടി നിർത്തിയാന്ന് നോക്കിയാൽ. നമ്മൾ പറയും പുറം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്തരം സംഭവങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുമുണ്ട്. നമ്മൾ പോവാനും കാണാനുള്ള സമയം കണ്ടെത്തണില്ല. നേരെ പ്ലെയിൻ കയറി കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇത് ഗ്ലാസ് ഹൗസാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് ഹൗസുകളുണ്ട്. എല്ലാ ഹൗസിലും കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവിടെ തന്നെ വേണ്ടി വരും. ഈ ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പിന്നെ ഒന്ന് കയറി കാണാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇതിനകത്ത് നിറയെ ചെടികളാണ്. ചെടികളൊക്കെ ഉപരിയായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം യൂസ് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഗ്ലാസ് ഹൗസ് എന്താണെന്നുള്ളത്? ഇതാണ് ഗ്ലാസ് ഹൗസ്. ചുരുക്കത്തിൽ പറഞ്ഞാലേ പ്രണയ ജോഡികൾ ഫോട്ടോ എടുക്കാൻ, ഇനി അത് ജോഡി പ്രണയം അല്ലെങ്കിലും ഏതായാലും കപ്പിൾസ് ആയാലും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കൽ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിലുള്ള എല്ലാതരം ചെടികളും ഇവിടെ കൊണ്ട് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുന്നുണ്ട്, അല്ലാത്തൊരു എനിക്കൊരു ഫോട്ടോ എടുത്ത് പോകും. ഞാൻ മുൻപും പറയാറില്ലേ, നമുക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ എത്തുന്നവരൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഒന്ന് കൈ പൊക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വീണ്ടും ഇടാനുള്ളൊരു പ്രചോദനം കിട്ടും. അപ്പോൾ കുട്ടി വിശേഷങ്ങളായിട്ട് ഇനിയും വരും കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം.